ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഇന്ന് നടന്ന നിങ്ങളുടെ ക്രിസ്മസ് എക്സാം, മാത്സ് ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2025-26 അധ്യയന വർഷത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന പ്രവർത്തനം ഒന്ന് എന്തായിരുന്നു കൂട്ടുകാരി? പുസ്തകമേളയാണ് അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നു അല്ലേ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കാം. സ്കൂളിൽ പുസ്തകമേള നടക്കുകയാണ്. പുസ്തകം വാങ്ങാനായി ഓരോരുത്തരും കൊണ്ടുവന്ന തുക എത്രയെന്ന് എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജിൻസി എത്ര രൂപയാണ് കൂട്ടുകാരെ കൊണ്ടുവന്നിട്ടുള്ളത് നോക്കൂ. 50 രൂപയുടെ ഒരു നോട്ടുമുണ്ട്. പിന്നെ എത്ര നാണയങ്ങളുണ്ട്? 5 രൂപയുടെ ഒരു നാണയം, 2 രൂപയുടെ 1 രൂപയുടെ ഒരു നാണയം ഉണ്ട് അല്ലേ. അപ്പോൾ ആകെ എത്ര രൂപയായി ഇവിടെ എഴുതിയിട്ടുണ്ട്? 58 നമുക്ക് നൽകിയിട്ടുണ്ട്. ദെൻ ആദ്യത്തെയോ 50 രൂപയുടെ ഒരു നോട്ടുണ്ട്, പിന്നെ 10 രൂപയുടെ 2 നോട്ടുകളുണ്ട് അല്ലേ. ആകെ രൂപ നമുക്ക് എത്ര നൽകിയിട്ടുണ്ട്? 71 രൂപ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്ര നാണയങ്ങളായിരിക്കും കൂട്ടുകാരെ ഉണ്ടായിരിക്കുക? അതെ, ഒരു നാണയമായിരിക്കും ഇവിടെ വരച്ച് ചേർക്കേണ്ടത്. 1 രൂപയുടെ ഒരു നാണയമാണ് നിങ്ങൾ ഇവിടെ വരച്ച് ചേർക്കേണ്ടത്. വരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ വിപിൻ 20 രൂപയുടെ 2 നോട്ടുകളുണ്ട് അല്ലേ. ഈ നാണയങ്ങൾ എത്രയൊക്കെയാണ് കൂട്ടുകാരെ കൊടുത്തിട്ടുള്ളത്? ഇത് 2 രൂപയുടെ ഒരു നാണയമാണ്. അങ്ങനെ ഇത് 2 രൂപയുടെയും ഇതും 2 രൂപയുടെ അല്ലേ. ഇനി ഇത് 1 രൂപ നാണയവും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആകെ എത്രയായി? 5 രൂപ നാണയങ്ങളായി. അപ്പോൾ ആകെ എത്ര രൂപയായി കൂട്ടുകാരെ? 20ഉം 20ഉം 40, ദെൻ 5ഉം അല്ലേ. അപ്പോൾ 45 രൂപ അല്ലേ. ഓക്കെ, ദെൻ അബ്ദുവോ 50 രൂപയുടെ ഒരു നോട്ടുണ്ട്, പിന്നെ 5 രൂപയുടെ ഒരു നാണയവും 2 5 രൂപയുടെ നാണയമുണ്ട് അല്ലേ. 2 5 രൂപയുടെ നാണയമുണ്ട്, പിന്നെ 1 രൂപയുടെ ഒരു നാണയമുണ്ട് അല്ലേ. അപ്പോൾ എത്ര രൂപയായി? അതെ, 61 രൂപയായി അല്ലേ. 61, അതായത് 50 രൂപ. ദെൻ 5 രൂപയുടെ 2 നോട്ടുകളാവുമ്പോൾ 5ഉം 5ഉം 10, 60, 60 + 1 61. ഓക്കെ, ദെൻ നിമ അല്ലേ. നിമ എത്ര രൂപ നോട്ടുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കൂട്ടുകാരെ? 20 രൂപയുടെയും 10 രൂപയുടെ 2 നോട്ട്, 50 രൂപയുടെ ഒരു നോട്ടുമാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. 20ഉം 10ഉം 30, 40, 50 രൂപയാണല്ലേ. സോറി, ഇവിടെ 30 രൂപയുടെ, യെസ്, ഇത് 10 രൂപയുടെ 3 10 നോട്ടുകളാണ്. 10 രൂപയുടെ 3 നോട്ടുകളാണ്. അപ്പോൾ ഇത് 3ഉം 10 രൂപ നോട്ടുകളാണ്. ഇവിടെ നമ്പർ നമുക്ക് നൽകിയിട്ടുണ്ട്, 53 നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പം 10, 20, 30, 30ഉം 20ഉം 50, പിന്നെ 53 ആകെ അല്ലേ. അപ്പോൾ എത്ര രൂപ നാണയങ്ങളായിരിക്കും കൂട്ടുകാരെ? 3 1 രൂപ നാണയങ്ങളായിരിക്കും അല്ലേ. 3 1 രൂപ നാണയങ്ങൾ നിങ്ങൾക്ക് വരച്ച് ചേർക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2 രൂപയുടെ ഒരു നാണയവും 1 രൂപയുടെ ഒരു നാണയവും വരച്ച് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. കുട്ടികൾ കൊണ്ടുവന്ന തുകയെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. എളുപ്പമല്ലേ. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വലുത് കൂട്ടുകാരെ? നമുക്ക് നോക്കാം. ഏതാ വലുത്? യെസ്, 71, പിന്നെ 61, 58, 53, 45 അല്ലേ. ഓക്കെ, ദെൻ കൂടുതൽ തുക കൊണ്ടുവന്നത് ആരെന്നും ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ തുക കൊണ്ടുവന്നത് ആരാണ്? അതേ, ആദിത്യയാണ് അല്ലേ. കൂടുതൽ തുക കൊണ്ടുവന്നത് ആരാണ്? ആദിത്യയാണ്. ഈ നിമ കൊണ്ടുവന്നതിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് ജിൻസി കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നിമ കൊണ്ടുവന്നതിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് ജിൻസി കൊണ്ടുവന്നത്? ഓക്കെ, നമുക്ക് നോക്കാം എത്ര രൂപയാണെന്ന്. അപ്പം നിമ കൊണ്ടുവന്നത് എത്രയായിരുന്നു കൂട്ടുകാരെ? നമുക്കൊന്ന് നോക്കാം. നിമ എത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? യെസ്, 53 രൂപയാണ് നിമ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. ജിൻസിയോ? 58 രൂപയല്ലേ. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസമല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് 58ന്ന് 53 കുറച്ച് നോക്കണം അല്ലേ. അപ്പോൾ എത്ര രൂപയാണ് കൂട്ടുകാരെ ജിൻസി നിമ കൊണ്ടുവന്നതിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് ജിൻസി കൊണ്ടുവന്നിട്ടുള്ളത്? അതെ, 5 രൂപയാണ് അല്ലേ. എത്ര രൂപയാണ്? 5. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2 അടുത്തതാരെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 110, 120, 130. നെക്സ്റ്റ് ഏതായിരിക്കും? പ്രവർത്തനം 2 എന്തായിരുന്നു? അടുത്തതാരെന്നല്ലേ. 110, 120, 130. നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? അതെ, 140, 150 അല്ലേ. ദെൻ 25, 25ൽ നിന്ന് 2 കുറച്ചതാണല്ലേ. 23, പിന്നെ 21. പിന്നെ ഏതായിരിക്കും കൂട്ടുകാരി? 21 രണ്ടെണ്ണം കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്? അതെ, 19 അല്ലേ. പിന്നെയോ? 17. ഈ ക്രമത്തിലാണല്ലോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്. ദെൻ 3, 6, 9. നെക്സ്റ്റ് നമ്പർ എത്രയായിരിക്കും? 3 കൂട്ടി വരികയാണല്ലേ. അപ്പോൾ ഏതായിരിക്കും അടുത്ത നമ്പർ? അതെ, 12 അല്ലേ. 12, 15. 15 അല്ലേ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 85, 90, 95. നെക്സ്റ്റ് ഏതായിരിക്കും കൂട്ടുകാരെ? 100, 105 അല്ലേ. 100. ഓക്കെ, 100, 100,
105. ഓക്കെ, ദെൻ ഒരു പാറ്റേൺ രൂപീകരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രൂപീകരിക്കാവുന്നതാണ്. 5, 10, 15 എന്നോ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ 2, 4, 6 അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാറ്റേൺ രൂപീകരിക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്തോ കൂട്ടുകാരി, 100നെ വ്യത്യസ്ത രീതിയിൽ എഴുതാനാണ് അല്ലേ. നോക്കൂ, 30, 30, 40, 100 ആണല്ലേ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കൂ, 3 വരെ ഉണ്ടല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 30 3 സംഖ്യകൾ കൂട്ടിയാൽ ഇതുപോലെ നമുക്ക് 100 കിട്ടണം അല്ലേ. അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാം? 60, 20, 20 എഴുതാം അല്ലേ. അത് കൂട്ടിയാൽ 100 തന്നെയല്ലേ ആൻസർ കിട്ടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഇവിടെ എഴുതാവുന്നതാണ്. ഇവിടെ നമുക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാം? 50 + 50 എഴുതാലോ. 50 + 50 100 അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് എഴുതുക? 100 ആൻസർ കിട്ടുന്ന വിധത്തിൽ എഴുതുക. അത് ഓരോ കൂട്ടുകാരും ഓരോ രീതിയിലായിരിക്കും അല്ലേ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഇവിടെ കുറേ നമ്പേഴ്സ് നൽകിയിട്ടുണ്ട് അല്ലേ. പ്രവർത്തനം 4 കളി തീവണ്ടിയാണ്. അതായത് പാർക്കിലെ കളി തീവണ്ടിയിൽ കയറാൻ കുട്ടികൾ ടോക്കൺ എടുത്തു. ശരിയായ ബോഗിയിലേക്ക് ടോക്കണുകൾ വരച്ച് യോജിപ്പിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 75 - 10 എത്രയാ കൂട്ടുകാരെ? 75 - 10 അതെ 65 അല്ലേ. ഇനി നോക്കൂ, 41 + 46 87. then 50 - 12 എത്രയായിരിക്കും? 50 - 12 യെസ്, നമുക്കറിയാലോ. 50 - 12 എത്രയാണ്? 38 ആണല്ലേ. അപ്പോൾ ഈ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇനി നോക്കൂ, 10 + 19 നൽകിയിട്ടുണ്ടോ? 10 10 20 29 അല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ്? 29. അപ്പോൾ ആൻസർ അത് കിട്ടിയല്ലോ. ഇനി 87 + 5 ആണല്ലേ. 87 + 5 എത്രയായിരിക്കും? എത്രയാ കൂട്ടുകാരെ? 87ഉം 5ഉം കൂട്ടി 92 ആണല്ലേ. അപ്പം നമുക്ക് ആൻസർ കിട്ടും 92. അത് ഇതിലുണ്ടോ? ഇല്ല. ഇനി 25 + 17 25 + 17 അല്ലേ കൂട്ടുകാരെ. അപ്പം എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 42 ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ 32 - 14 32ൽ നിന്ന് എന്ത് ചെയ്യണം? 14 കുറച്ച് നോക്കണം അല്ലേ. അപ്പം എത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്? 32ൽ നിന്ന് 14 കുറച്ച് നോക്കിയപ്പോൾ 18 ആൻസർ കിട്ടിയല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഇതിലേക്കും വരച്ച് ചേർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. പ്രവർത്തനം 5 ക്ഷീണമകറ്റാം എന്നുള്ളതാണ് അല്ലേ. പാർക്കിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ ബേക്കറിയിൽ നിന്നും ഭക്ഷണം കഴിച്ചു. ദിയ ഒരു ഓറഞ്ച് ജ്യൂസും ഒരു കട്ട്ലേറ്റും വാങ്ങി. എത്ര രൂപയാകും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ദിയ ഒരു ഓറഞ്ച് ജ്യൂസും ഒരു കട്ട്ലേറ്റുമാണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓറഞ്ച് ജ്യൂസിന്റെ വില എത്രയാണ് കൂട്ടുകാരെ? ഓറഞ്ച് ജ്യൂസിന്റെ വില എന്ന് പറയുന്നത് 50 രൂപയാണ്. 50 രൂപയാണ് അല്ലേ. 50 രൂപയാണ്. ഇനിയോ കട്ട്ലേറ്റിന്റെ വില എത്രയാണ്? 20 രൂപയാണ്. അപ്പോൾ ആകെ എത്ര രൂപയായി? 70 അല്ലേ. 50 + 20 70. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ഹാഫിം 100 രൂപ മുഴുവനും ചെലവഴിച്ച് 2 ഇനങ്ങൾ വാങ്ങി. എന്തൊക്കെയാണ് വാങ്ങിയത്? ഹാഫിസ് എന്തെങ്കിലും മുഴുവനും ചെലവഴിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം മിൽക്ക് ഷെയ്ക്കും മീറ്റ് ആവല്ലേ വാങ്ങിയിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ നിമ്മി ഒരു നാരങ്ങാ വെള്ളവും ഒരു പപ്സും വാങ്ങി. 50 രൂപ കൊടുത്തു. ബാക്കി എത്ര രൂപ കിട്ടും? അപ്പം നാരങ്ങാ വെള്ളത്തിന് എത്ര രൂപയാണ് കൂട്ടുകാരെ? നാരങ്ങാ വെള്ളത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കൂ, 15 രൂപയല്ലേ. പിന്നെ എന്താണ് അവൾ മേടിച്ചത്? ഒരു പപ്സ് വാങ്ങിയല്ലേ. പപ്സിന് എത്ര രൂപയാണ്? 25 രൂപയല്ലേ. 25 രൂപയാണ്. അപ്പോൾ ആകെ എത്ര രൂപയായി? 40 രൂപയാണല്ലേ. അപ്പോൾ 50 രൂപ കൊടുത്താൽ ബാക്കി എത്ര രൂപയായിരിക്കും അവൾക്ക് തിരിച്ചു കിട്ടുക? എങ്ങനെ കണ്ടെത്തും നമ്മൾ? 50 - 10 എത്രയാ കൂട്ടുകാരെ? 50 - 40 എത്രയാണ് ആൻസർ? 10 അല്ലേ. ആൻസർ എന്താണ് വരുന്നത്? 10. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല. 50 എന്ത് ചെയ്യും നിങ്ങൾ? 40 കുറച്ച് നോക്കിയല്ലേ. അപ്പം എത്ര ആൻസർ കിട്ടിയത്? 10. ഓക്കെ, ദെൻ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ കൂട്ടുകാരെ ഇന്നുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? നിങ്ങൾക്ക് എളുപ്പമായിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.